الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس اتقوا الله عباد الله أوصيكم وإياي بتقوى الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تجادل عن الذين يختانون أنفسهم إن الله لا يحب من كان خوانا أثيما ബഹുമാന്യരായ മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സർവശക്തനായ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും അവന്റെ വിധിവിലക്കുകൾ പാലിക്കുകയും നല്ല മുസ്ലിങ്ങളായി ജീവിച്ചു മരിക്കുകയും ചെയ്യണം എന്നാദ്യം എന്നോടും നിങ്ങളോടുമായി ഉപദേശിക്കുകയാണ്. നമ്മൾ സത്യവിശ്വാസികൾ എന്ന നിലയിൽ പൊതുവായി ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു വിഷയത്തിന്റെ അനുബന്ധമായി ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത്. അമാനത്തിനെ കുറിച്ചായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും പ്രവാചക തിരുമേനിയുടെ അനുയായികൾ സ്വഹാബി വര്യന്മാർ അക്ഷരം പ്രതി ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത ഒരുപാട് സൽഗുണങ്ങളെക്കുറിച്ച് നമ്മളെല്ലാവരും പല സമയങ്ങളിലായി കേൾക്കുന്നവരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചക തിരുമേനി പറഞ്ഞൊരു വചനം, അൽ മുഅ്മിനൂന അലാ ശുറൂത്തിഹിം, സത്യവിശ്വാസികളെല്ലാം അവരവരുടെ നിബന്ധനകൾക്കനുസരിച്ച് ജീവിച്ചു പോകേണ്ടവരാണ് എന്നാണ്. ഇത് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ മദ്രസയിൽ പഠിപ്പിക്കുകയും നമ്മളെല്ലാവരും സ്ഥിരമായി കേൾക്കുകയും ചെയ്യുന്ന പ്രസിദ്ധമായ പ്രവാചകന്റെ ഒരു വചനമുണ്ടല്ലോ, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റു മുസ്ലിങ്ങളെല്ലാവരും അയാളുടെ കൈകളിൽ നിന്നും അയാളുടെ നാവുകളിൽ നിന്നും രക്ഷപ്പെടുമ്പോഴാണ് അയാൾ സ്വയം മുസ്ലിമാകുന്നത് എന്നാണ്. ഇത് നിലവിലുള്ള മുസ്ലിം സമൂഹത്തെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് സങ്കടകരമായ വേദനാജനകമായ കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിലൊക്കെ നമ്മളൊക്കെ ഇടപെടുന്ന മേഖലകളിൽ കാണാവുന്നത്. നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചാൽ അറിയാവുന്നൊരു കാര്യം, വഞ്ചനക്ക്, ചതിക്ക്, പറ്റിക്കലിന്, മറ്റുള്ളവരെ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും തരത്തിൽ
ഏതെങ്കിലും ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തും സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള, അപഹരിക്കാനുള്ള വല്ലാത്ത ഒരു പ്രവണത എല്ലാവരുടെയും ജീവിതത്തിൽ കാണാവുന്നതാണ്. ഒരാളെ പറ്റിച്ചാലും വേണ്ടിയില്ല, കളവ് പറഞ്ഞാലും വേണ്ടിയില്ല, ഏതെങ്കിലും തരത്തിൽ അത് ജ്യേഷ്ഠനായാലും അനുജനായാലും ബന്ധുവായാലും കുടുംബക്കാരനായാലും എങ്ങനെയെങ്കിലും എനിക്ക് ജീവിച്ചു പോകണം എന്നൊരു വിചാരം ആളുകൾക്കിടയിൽ വ്യാപകമായി വരുന്നു. പറ്റിക്കുക എന്നത് സാധാരണഗതിയിൽ ആളുകൾക്കിടയിൽ ഒരു കുറ്റകരമായ കാര്യം ആയിത്തീരുന്നില്ല. നേരെ മറിച്ച് അതൊക്കെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ എന്നാണ്. ഇവിടെയാണ് ഒരു മുസ്ലിം എന്ന നിലയിൽ പ്രത്യേകിച്ച് നമ്മളെല്ലാവരും നമ്മൾ അള്ളാഹുവിനോട് പറയേണ്ട ഒരു കാര്യം, അള്ളാഹുവേ, എനിക്ക് എന്റെ ജീവിതത്തെ, എന്റെ കുടുംബത്തെ, എന്റെ ജീവിതത്തിൽ വരുന്ന എന്റെ വീടോ എന്റെ ശരീരമോ എന്റെ മക്കളോ അവരാഹരിക്കുന്നതൊന്നും മറ്റുള്ള ഒരാളെ കവർന്നെടുത്തതോ അയാളെ പറ്റിച്ചെടുത്തതോ അയാളെ വഞ്ചിച്ചെടുത്തതോ അല്ല. 100% സത്യസന്ധമായി ഞാൻ ഉണ്ടാക്കിയതാണത്. അത് അള്ളാഹുവേ, നിന്നെ വിചാരിച്ചും നിന്റെ മാർഗത്തിൽ തന്നെ ജീവിച്ചും അതിനൊക്കെ അല്പം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിച്ചാലും ഞാൻ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ നമ്മൾക്ക് നമ്മളെ കൊണ്ട് സാധിക്കണം എന്നാണ് ഈ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു കുടുംബത്തിന് വേണ്ടി ഒരു കുടുംബത്തിനെതിരിൽ ആയത്ത് വന്നു. ആ ആയത്തിന് കാരണം ഒരു കളവിന് ആ കുടുംബം കൂട്ടുനിന്നു എന്നതാണ്. മാത്രമല്ല, ആ കളവിന് കൂട്ടുനിൽക്കുക മാത്രമല്ല, അതിന് ചേർന്ന് നിൽക്കാൻ പ്രവാചകന്റെ അടുത്തേക്ക് ശുപാർശയുമായി വന്ന ഒരു കുടുംബത്തെക്കുറിച്ച് ആ ശുപാർശ സ്വീകരിക്കാൻ മാനസികമായി സന്നദ്ധനായ ഒന്നും അറിയാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ട് അത് ശരിയാണ് എന്ന് തോന്നിയ പ്രവാചകനോടടക്കം അല്ലാഹു തആല പറഞ്ഞ വചനം 1, 2 6, 7, 8, 9 ആയത്തുകൾ അതുമായിട്ട് അല്ലാഹു തആല അവതരിപ്പിച്ചു. ആ ആയത്തിന്റെ തുടക്കം പറയുകയല്ല, അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, വലാ തുജാദിൽ അനില്ലദീന യഖ്താനൂന അൻഫുസഹും, സ്വന്തത്തോട് അക്രമം ചെയ്ത, വഞ്ചന ചെയ്ത ആളുകൾക്ക് വേണ്ടി നീ തർക്കിക്കരുത്. പ്രവാചകനോടാണ് പറഞ്ഞത്. സ്വന്തത്തോട് വഞ്ചന നടത്തുകയും കളവ് നടത്തുകയും അപഹരിക്കുകയും ചെയ്തതിനെ ന്യായീകരിക്കുകയും മാത്രമല്ല അതൊരു നിരപരാധിയുടെ തലയിലേക്കിടാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത ഒരു കുടുംബത്തിന് വേണ്ടി താങ്കൾ എന്തിനാണ് തർക്കിക്കുന്നത്? അനില്ലദീന യഖ്താനൂന അൻഫുസഹും, അവരോട് ആത്മവഞ്ചന ചെയ്യുന്നവരാണ്. അവർക്ക് വേണ്ടി ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന ഖവ്വാനൻ അതീമാ, വഞ്ചകന്മാർക്ക് വേണ്ടി ആര് തർക്കിച്ചാലും ആ തർക്കിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഒരു പാപിയെയും, വഞ്ചകനായ ഒരു പാപിയെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ഇതിന് ശേഷം വരുന്ന ആയത്ത് യസ്തഖ്ഫൂന മിനന്നാസി, ജനങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യം അവർ മറച്ചുവെക്കുന്നു. വലാ യസ്തഖ്ഫൂന മിനല്ലാഹി വഹുവ മഅഹും ഇത് യുബയ്യിത്തൂന, അള്ളാഹുവിൽ നിന്ന് അവർ ഈ കാര്യങ്ങളിൽ മുഴുകുമ്പോഴും ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഗൂഢമായി സംസാരിക്കുമ്പോഴും പ്രവാചകനെ പോയി കാണണമെന്ന് തീരുമാനിക്കുമ്പോഴുമെല്ലാം അവര് വിചാരിക്കുന്നത് ഇതാരും അറിയുന്നില്ല എന്നാണ്. അള്ളാഹു അവരുടെ കൂടെയുണ്ട്. മാലാ യർളാ മിനൽ ഖൗലി, ഒരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടാത്ത വാക്കുകളാണ് അവർ സംസാരിക്കുന്നത്. അതിനാൽ അള്ളാഹു തആല പറഞ്ഞത് ഇപ്രകാരമാണ്, ഹാ അൻതും ഹൗലാഇ ജാദൽതും അൻഹും ഫിൽ ഹയാത്തി ദുനിയ, ഇവർക്ക് വേണ്ടി ദുനിയാവിൽ താങ്കൾ തർക്കിക്കുകയാണോ? നിങ്ങൾ തർക്കിക്കുകയാണോ? ഈ ആളുകൾക്ക് വേണ്ടി, വഞ്ചകന്മാർക്ക് വേണ്ടി, കളവ് നടത്തിയവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ശുപാർശ പറയുന്നവർക്ക് വേണ്ടി താങ്കൾ വാദിക്കുകയാണോ? എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞത് ഫമൻ യുജാദിലുല്ലാഹ അൻഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഈ ആളുകൾക്ക് വേണ്ടി ആരാണ് വാദിക്കുക, ആരാണ് തർക്കിക്കുക? ഇത് പൊതുവായ ഒരു നിയമമാണ്. ഈ നിയമം അല്ലാഹു തആല വീണ്ടും പറയുന്നുണ്ട്. നമ്മൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയില്ല. ഇന്ന് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ജീവിക്കണം, അത് മറ്റൊരാളുടെ സ്വത്ത് കവർന്നെടുത്തിട്ടാവാം, അയാളെ പറ്റിച്ചിട്ടാവാം, അയാളുടെ കളവ് പറഞ്ഞിട്ടാവാം, അങ്ങനെയൊക്കെ സ്വരൂപിച്ചുണ്ടാക്കുന്ന ഈ ധനം അയാളുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നു, അയാളത് ആഹരിക്കുന്നു, അയാൾ അഭിമാനത്തോടെ സമൂഹത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു. പക്ഷെ അയാള് അള്ളാഹുവിന്റെ മുമ്പിൽ മറച്ചുവെക്കാൻ കഴിയാത്ത എല്ലാ കാര്യങ്ങളും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വെളിപ്പെടുത്തേണ്ടി വരും
പറയുമ്പോ ഈ ആയത്തുകൾ അയാൾ ഓർക്കണം. ഇവിടെ തർക്കിച്ചു നേടാം, വാദിച്ചു ജയിക്കാം. പക്ഷെ പരലോകത്ത് ആരാണ് ഇത്തരം ആളുകൾക്ക് വേണ്ടി വാദിക്കാനുള്ളത്? പ്രവാചകനെ കണക്കിന് പറഞ്ഞ് അള്ളാഹു ഇറക്കിയ ആയത്തുകളിൽ ഈ ആയത്തുകൾ വരുന്നത് ഒന്നാമത്തെ സ്ഥാനത്താണ്. റസൂലുള്ളാഹിയാണ് ഈ വഴക്ക് കേൾക്കുന്നത്. അതിന് കാരണം ഈ ആളുകൾ പറയുന്നത് കാര്യമാണ് എന്ന് പ്രവാചക തിരുമേനിക്ക് തോന്നിയത് കൊണ്ടാണ്. അവിടുന്ന് ഒരു കളവിന് പോലും കൂട്ടുനിൽക്കുന്ന ആളല്ല. പക്ഷേ പ്രവാചകനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത് അപ്രകാരമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നക്കും തഖ്തസിമൂന ഇലയ്യ, നിങ്ങൾ ചില കേസുകൾ എന്റെ അടുത്ത് കൊണ്ടുവരുന്നു. നമ്മളിത് ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾ ചില കേസുകൾ എന്റെ അടുത്ത് കൊണ്ടുവരുന്നു, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളിൽ നല്ല വാക്സാമർഥ്യമുള്ള ആളുകൾ നിങ്ങൾ എന്നോട് വാദിക്കുകയും അയാൾക്ക് അനുകൂലമായി വാദിച്ച് ജയിക്കാൻ അയാൾ എന്നിൽ പറയുന്ന വാക്കുകൾ കേട്ട് ഞാനത് വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഞാൻ അയാൾക്ക് അനുകൂലമായി വിധിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി പറഞ്ഞത്, എന്നിട്ട് ഞാൻ എങ്ങാനും അയാൾക്ക് അനുകൂലമായി വിധിക്കുകയും അത് തന്റെ സഹോദരന്റെ അർഹമായ ഭാഗമാണ് ഇയാൾക്ക് ഞാൻ മുറിച്ചു കൊടുക്കുന്നതെങ്കിൽ ഞാൻ അയാൾക്ക് മുറിച്ചു കൊടുക്കുന്നത് നരകത്തിന്റെ ഒരു കഷ്ടമാണ് എന്ന് മനസ്സിലാക്കട്ടെ. ഇത് പറയാൻ കാരണം എന്താ അറിയോ? രണ്ട് സഹാബിമാർ നബിന്റെ അടുത്ത് വന്നു. പ്രവാചകന്റെ സഹാബിമാരാണ്. അവരുടെ സ്വത്ത് തർക്കത്തിലാണ്. ഒരാൾ പറയുന്നത് അത് എന്റെ സ്വത്താണ് എന്നാണ്, മറ്റേ ആള് പറയുന്നതും അങ്ങനെ തന്നെയാണ്. റസൂലുള്ളാഹി അവരിൽ നിന്ന് രണ്ടുപേരിൽ നിന്നും കാര്യങ്ങൾ കേട്ടു. കേട്ടിട്ട് റസൂലുള്ളാഹി പറഞ്ഞ വാക്കിതാണ്, നിങ്ങളിൽ സമർത്ഥന്മാരായ ആളുകൾ എന്നോട് വാദിച്ചു വാങ്ങി എന്ന് വരും, ഞാൻ അവർക്കത് കൊടുത്തു എന്ന് വരും. കാരണം നിങ്ങൾ പറയുന്ന ബാഹ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ കാര്യങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ ഉള്ളറിയാൻ എനിക്ക് സാധ്യമല്ല. അതിനാൽ ഞാൻ എങ്ങാനും അന്യായമായിട്ടാണ് അയാൾക്ക് മറ്റവന്റെ അവകാശം, അയാളുടെ ഓഹരി, അയാളുടെ സ്വത്ത് ഞാൻ വാങ്ങിക്കൊടുക്കുന്നതെങ്കിൽ ഓർക്കുക, നരകത്തിന്റെ കഷ്ടമാണ് ഞാൻ മുറിച്ചു കൊടുക്കുന്നത്. ഇത് കേട്ട് സഹാബിവര്യന്മാർ രണ്ടുപേരും പ്രവാചകന്റെ മുമ്പിൽ കരഞ്ഞു. എന്നിട്ട് അവര് പ്രവാചകനോട് പറഞ്ഞു, റസൂലുള്ളാഹി ഞാൻ പറയുന്നത് കളവാണ്. ആ കളവ് പറഞ്ഞ അയാൾക്ക് വേണ്ടി റസൂലുള്ളാഹി പറയാനിരിക്കുകയാണ്. അതിന് മുമ്പായി റസൂലുള്ളാഹി ഈ പറഞ്ഞ വാക്ക് കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി അതെന്റേതല്ല, അത് അദ്ദേഹത്തിൻ്റെതാണ്, ഞാൻ കളവ് പറഞ്ഞതാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കരഞ്ഞ് പരസ്പരം പൊരുത്തപ്പെട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പിരിച്ചയക്കുമ്പോ പറഞ്ഞത്, നിങ്ങളത് വേണ്ട രൂപത്തിൽ രണ്ടുപേരും സൗഹാർദ്ദപൂർവം ആ കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനമാക്കുക എന്നാണ്. ഇത് അള്ളാഹുവിനെ പേടിക്കുന്ന മനുഷ്യരുടെ സ്വഭാവമാണ്. അതിനാലാണ് അള്ളാഹുവിന്റെ റസൂല് നമ്മളോട് ഇപ്രകാരം പറഞ്ഞത്, അൽ മുഅ്മിനൂന അലാ ശുറൂത്തിഹിം, സത്യവിശ്വാസികൾ നിബന്ധനകൾക്കനുസരിച്ച് ജീവിക്കുന്നവരാണ്. ആ നിബന്ധനകൾ വിട്ടുകിടക്കാൻ അവരൊരിക്കലും അവരുടെ ജീവിതത്തെ സമ്മതിക്കുകയില്ല എന്നാണ്. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. റസൂലുള്ളാഹി സഹാബത്തിനോട് ചോദിച്ചു, ഈ മാസം ഏതാണ്? പ്രവാചകനോട് സഹാബി വര്യന്മാർ പറഞ്ഞു, ഈ മാസം ദുൽഹജ്ജ് മാസമാണ്. ഈ ദിവസം ഏതാണ്? ഇത് ബലി കൊടുക്കുന്ന പെരുന്നാളിന്റെ ദിവസമാണ്. ഈ സമയമേതാണ്? ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പടച്ചവന് വേണ്ടി വിനിയോഗിക്കുന്ന സമയമാണ്. പ്രവാചക തിരുമേനി പറഞ്ഞ വാക്ക്, അതിനുശേഷം പറഞ്ഞ വാക്ക്. എന്നാൽ ഈ മാസത്തെക്കാളേറെ ഈ സ്ഥലം ഏതാണ്? ഈ സ്ഥലം ഹറമാണ്. ഈ ഹറമിനേക്കാളേറെ, ഈ ദിവസത്തെക്കാളേറെ നിങ്ങളുടെ ഇന്നമാ ദിമാഅക്കും വ അംവാലക്കും വ അഅറാദക്കും ഹറാമുൻ അലൈക്കും, ഇതിലേറെ ശ്രേഷ്ഠമാണ് നിങ്ങളുടെ ധനം, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ സമ്പത്ത്. ഇതിലേറെ അഭിമാനകരമായ പവിത്രമായതാണ് അതെല്ലാം. അത് ആരെങ്കിലും അന്യായമായി അതിന്മേൽ കൈവച്ചാൽ, ഒരാളുടെ അഭിമാനത്തിന്മേൽ കൈവച്ചാൽ, ഒരാളുടെ സ്വത്തിന്മേൽ കൈവച്ചാൽ, ഒരാളുടെ ഏതെങ്കിലും അർഹമായ ഒരു കാര്യത്തിന്മേൽ അനർഹമായി അത് കരസ്ഥമാക്കാൻ കൈവച്ചാൽ, അവൻ ഓർക്കുക, അയാൾ അള്ളാഹുവിന്റെ സത്യവിശ്വാസികളെയാണ് ഈ രൂപത്തിലാക്കുന്നത് എന്ന് അയാൾ മനസ്സിലാക്കണം എന്നതാണ് പറഞ്ഞു വന്നത്. ചെറിയ രൂപത്തിൽ നമ്മളൊക്കെ ഇത്തരം കാര്യങ്ങൾ നിസ്സാരമായി കാണുന്നു. കാരണം എന്താണ്? ഞാനും നിങ്ങളും പറയും, ജീവിച്ചു പോകണ്ടേ എന്നാണ്. ജീവിക്കണ്ടേ എന്ന് നിരന്തരം നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണ്ടേ? ആ ജീവിച്ചു പോകുന്നത് മറ്റൊരാളുടെ സമ്പത്ത് കവർന്നെടുത്തിട്ടാണെങ്കിൽ, മറ്റൊരാളുടെ
ഏതെങ്കിലും അർഹമായത് നമ്മൾ തിരിച്ച് സ്വയം വാങ്ങിയിട്ടാണെങ്കിൽ ഓർക്കുക, അത് നരകത്തിന്റെ കഷ്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ് നമ്മൾ ഈ കേട്ടത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില വാക്കുകൾ കേൾക്കുക. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ അടുത്തൊരാൾ വന്നു പറഞ്ഞു, റസൂലുള്ളാഹ്, അയാൾ എന്റെ അതിര് മാറ്റുന്നു. നിങ്ങൾ നോക്കൂ, അതിർത്തി തർക്കം ഉണ്ടാകുന്നതിന്റെ കാരണം നമ്മൾ സ്വയം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വീടിന്റെ, നമ്മുടെ പറമ്പിന്റെ അതിർത്തിയിൽ ഒരു പണി നടക്കുമ്പോ അയൽവാസിയോട് പോയി പറയാൻ കാരണം എന്നെ അയാൾക്ക് വിശ്വാസമില്ല എന്ന് വരരുത് എന്നതുകൊണ്ടാണ്. നമ്മൾ അങ്ങനെ പണിയെടുക്കുന്ന ആളുകളോട് പറയും, അല്ല നീ അയൽവാസിയോട് പറഞ്ഞോ, അയാളോട് പറയണ്ടേ, അതിർത്തിയിലല്ലേ നീ കൈക്കോട്ട് വെക്കുന്നത്, ഇവിടെ അളക്കുമ്പോ അയാളോടൊന്ന് പറയണ്ടേ എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? മുസ്ലിങ്ങൾ തമ്മിൽ അങ്ങനെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വചനം നിങ്ങൾ നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മൻ അഖദ ശിബ്റൻ മിനൽ അർളി, ഏതെങ്കിലും ഒരു ചാണ് ഭൂമി ആരെങ്കിലും കവർന്നെടുത്താൽ, ളുൽമൻ അന്യായമായി, തവഖഹുല്ലാഹു ഇയാഹു മിൻ 70 അർളീൻ, അല്ലാഹു തആല റസൂലുള്ളാഹി പറഞ്ഞത് അയാളുടെ കഴുത്തിൽ ധാരാളം ഭൂമി അല്ലാഹു പരലോകത്ത് വെച്ച് കെട്ടിത്തൂക്കുമെന്നാണ്. ഒരു ചാണ് ഭൂമി കവർന്നെടുത്താൽ ഒരുപാട് ഭൂമി അയാൾ ചുമക്കേണ്ടി വരും, ഒരുപാട് സ്ഥലം അയാൾ ചുമക്കേണ്ടി വരും. അതിനാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഗയ്യറ തുഹൂമുൽ അർളി, ആരെങ്കിലും അതിർത്തിക്ക് മാറ്റം വരുത്തിയാൽ, നമ്മുടെ താമസിക്കുന്ന നമ്മുടെ ഭൂമിയുടെ, നമ്മൾ താമസിക്കുന്നതും കൃഷി ചെയ്യുന്നതുമായ ഭൂമിയുടെ അതിർത്തി ഒരാൾ മാന്തിയാൽ, അതിർത്തി മാറ്റം വരുത്തിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അയാളെ സംബന്ധിച്ചിടത്തോളം ലഅനല്ലാഹ്, അല്ലാഹു അയാളെ ശപിച്ചിരിക്കുന്നു എന്നാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല രൂപത്തിൽ പറഞ്ഞത് ഹദീസുകളിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷമുണ്ടായ ഒരു സംഭവം നോക്കുക. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് അയൽപ്പക്കക്കാരൻ തന്റെ ഭൂമി കവർന്നെടുക്കുന്നു എന്ന് പറഞ്ഞ് പരാതി വന്നു. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ്, ന്യായവും നീതിയും 100% നടക്കുന്ന കാലമാണ്. ആ സമയത്താണ് തന്റെ ഭൂമിയിൽ, അതിർത്തിയിൽ തന്റെ സഹോദരൻ, മുസ്ലിമായ സഹോദരൻ, അയാൾ തന്റെ അതിര് മാറ്റുന്നു എന്ന വിഷയവുമായി വന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി, റുദ്ദൽ ഹദ്ദ ഇലാ മൗദിഇഹി, അതിന്റെ അതിർത്തി അതിന്റെ ആദ്യ സ്ഥലത്തേക്ക് തന്നെ മാറ്റുക. ഫഇന്നൽ അർള ലില്ലാഹ്, എല്ലാ ഭൂമിയും അല്ലാഹുവിന്റേതാണ്. അതിനാൽ ലാ തുഖദു ബിഗൈരി ഹഖ്ഖിഹി, ഒരിക്കലും അല്ലാഹുവിന് അർഹമല്ലാത്ത വിധം അത് കൈകാര്യം ചെയ്യാനോ മാറ്റം വരുത്താനോ പാടില്ലാത്തതാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു വിധിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രവണത എല്ലാ കാലത്തുമുണ്ട് എന്നതാണ്. ഇവിടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വരുമ്പോ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ നാടുകളിൽ ഒരുപാട് പ്രദേശം മുസ്ലിങ്ങളുടേതായി വഖഫായിട്ടുണ്ടായിരുന്നു. അതിന്റെ അതിർത്തിയിൽ താമസിക്കുന്ന പല ആളുകളും അവിടെ കയ്യേറുകയും അവിടെ വീട് വെക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് വിവരമറിഞ്ഞ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെന്നു. എന്നിട്ട് അവരോട് പറഞ്ഞത്, മൻ ബദ്ദല ഹദ്ദൻ മിൻ ഹുദൂദിൽ അർളി, ഈ ഭൂമിയുടെ അതിരുകൾ ആരെങ്ങാനും മാറ്റിമറിച്ചാൽ അവരോട് ഞാൻ പറയുന്നത്, ഫഹുവ ഗാസിബുൻ ആസിമൻ, അവൻ കൊള്ളക്കാരനാണ്, അവൻ പാപിയായ മനുഷ്യനാണ്. അത് മാറ്റിമറക്കാൻ പാടില്ല, അത് കയ്യേറാൻ പാടില്ല. പണ്ട് അങ്ങനെയായിരുന്നു, ആർക്കും എവിടെയും ആരുടേതും കയ്യേറാമെന്നൊരു തീരുമാനമുണ്ടായിരുന്നു, വെട്ടിപ്പിടിക്കാമെന്നൊരു തീരുമാനമുണ്ടായിരുന്നു. അന്ന് അങ്ങനെയായിരുന്നു കാലം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഓരോ വിരൽപ്പാടിന് പോലും വിലയുള്ള കാലമാണ്. അപ്പൊ ആളുകൾ എന്ത് ചെയ്യും? അതിർത്തിയുമായി കളിക്കും, എന്നിട്ട് കേസിന് പോകും. ആ കേസിന് പോകുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞത്, വലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, അന്യായമായ മാർഗത്തിൽ നിങ്ങൾ പരസ്പരം ധനം തിന്നരുത്. വലാ തുദ്ലു ഇലൽ ഹുക്കാമി, നിങ്ങള് ന്യായാധിപന്മാരുടെ അടുത്തേക്ക്, നിങ്ങള് വിധികർത്താക്കളുടെ അടുത്തേക്ക് അന്യരുടെ സമ്പത്ത് കൈക്കലാക്കാൻ, കേസുമായി പോയി അവരിൽ നിന്ന് അനുകൂലമായ കേസ് വാങ്ങാൻ നിങ്ങൾ പോകരുത് എന്ന് ഖുർആൻ പറഞ്ഞതാണ്. ഇവിടെ നടക്കുന്നത് നമ്മൾക്കൊക്കെ അറിയാം. കേസ് കൊടുക്കുന്നു എന്നാൽ ആ കേസിൽ വിജയിക്കുന്നയാള്, അയാൾ വിജയശ്രീലാളിതനായി ആളുകൾക്കിടയിലേക്ക് നടക്കും. പക്ഷെ ഒരു കാര്യം, അയാൾ ആ നേടിയെടുത്തത് തന്റെ സഹോദരന്റെ എന്തുമാവട്ടെ, പണ്ടമായാലും പവനായാലും പൈസയായാലും ഭൂമിയായാലും
ഏതെങ്കിലും ഒരു ജോലിയായാലും അത് അല്ലാഹു തആല വിലക്കിയതാണ് എന്ന് അയാൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പിന്നീട് അയാൾക്ക് വരാനുള്ള ദുരന്തം ചെറുതൊന്നുമല്ല എന്ന് നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. അതെന്താണ്? നമസ്കരിക്കുന്നവൻ നരകത്തിൽ പോവുക, നോമ്പെടുക്കുന്നവൻ നരകത്തിൽ പോവുക, ധാരാളം വാരി കോരിക്കൊടുത്തവൻ നരകത്തിൽ പോവുക, പടച്ചവനെ പേടിച്ചു ജീവിക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ നരകത്തിൽ പോവുക. അതെന്താണ്? മദ്രസയിലെ കുട്ടികൾ നമ്മൾക്ക് പറഞ്ഞു തരും. നമ്മൾ മദ്രസയിൽ പഠിച്ചതാണ്. അള്ളാഹു അയാളെ കൊണ്ടുവന്ന് അയാളുടെ നമസ്കാരം, അയാളുടെ നോമ്പ്, അയാൾ ചെയ്ത സ്വർഗത്തിലേക്കുള്ള മുഴുവനും കർമ്മങ്ങളും അയാളിൽ നിന്ന് അത് തിരിച്ചു വാങ്ങും. അന്യായമായി അയാൾ കവർന്നെടുത്ത ധനത്തിന് പകരമായി, അന്യായമായി അയാൾ കവർന്നെടുത്ത അഭിമാനത്തിന് പകരമായി, അന്യായമായി അയാൾ സ്വരൂപിച്ച ഒരുപാട് കാര്യങ്ങൾക്ക് പകരമായി തിരിച്ചു വെക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹിയോട് സഹാബത്ത് ചോദിച്ചു, റസൂലുള്ളാഹ്, അങ്ങനെ തിരിച്ചു വെക്കാൻ ഇനി ഒന്നുമില്ലെങ്കിലോ? നിസ്കാരം കൊടുത്തു തീർന്നോ? നോമ്പ് കൊടുത്തു തീർന്നോ? പുണ്യകർമ്മങ്ങളൊക്കെ കൊടുത്തു തീർന്നോ? ഇനിയും അന്യായങ്ങളും അക്രമങ്ങളും ബാക്കിയാണ്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞത്, ഇയാളുടെ എല്ലാ അന്യായങ്ങളും, ഈ പ്രതിയുടെ എല്ലാ അന്യായങ്ങളും അക്രമങ്ങളും അയാളിലേക്ക് ചാർത്തുകയും സ്വർഗത്തിൽ പോകേണ്ട അയാൾ നരകത്തിൽ പോകുന്ന അവസ്ഥ വരികയും ചെയ്യും. നമ്മൾക്ക് സഹോദരങ്ങളെ, എങ്ങനെയാണ് കിടന്നുറങ്ങാൻ സാധിക്കുക? മറ്റൊരാളുടെ സ്വത്തെടുത്ത്, മറ്റൊരാളുടെ ഭൂമിയെടുത്ത്, മറ്റൊരാളുടെ കാശെടുത്ത്, അത് നേടിയെടുത്ത് അതിന്റെ അഭിമാനത്തിൽ ആഘോഷിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇത് പടച്ചവന്റെ അടുത്തേക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇവിടെ ഒരു ഹദീസ് പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ അടുത്ത് വരും. ആ സമയത്ത് നിങ്ങളുടെ മുതുകുകളിൽ ഭാണ്ഡക്കെട്ടുകളുമായിട്ടാണ് വരിക. ആ ഭാണ്ഡക്കെട്ടുകളിൽ എന്താണ്? അന്യന്റേതാണതെല്ലാം, അന്യന്റേത്, അത് നിങ്ങൾ കവർന്നെടുത്തതാണ്. എന്നിട്ട് നിങ്ങൾ എന്നോട് പറയും, അഗ്സിനി യാ റസൂലല്ലാഹ്, അഗ്സിനി യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ സഹായിക്കണം, എന്നെ രക്ഷിക്കണം, എന്നെ സഹായിക്കണം. നിങ്ങൾ എന്നോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന വാക്ക് ഞാൻ ഇവിടെ വെച്ച് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് മദീനയിൽ വെച്ച് റസൂലുള്ള ആളുകളോട് അത് പറഞ്ഞു, മുസ്ലിങ്ങളോട്. അന്ന് ഞാൻ നിങ്ങളോട് ഇത് പറയും. എന്താണ് പറയുന്നത്? നിങ്ങൾ നാളെ അന്യന്റെ സ്വത്തുമായി വരുന്ന, അമരുന്ന കാളകളും ഒട്ടകങ്ങളും ആടുകളുമായി വരുന്ന, ഭാണ്ഡക്കെട്ടുകളും വസ്ത്രങ്ങളുടെയും സാധനങ്ങളുടെയും കെട്ടുകളുമായി വരുന്ന ആളുകളായി നിങ്ങളെ ഞാൻ കാണരുത്. അന്ന് നിങ്ങൾ എന്നോട് കരഞ്ഞു പറയും, അഗ്സിനി യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറയും. അന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന വാക്ക്, ലാ ഉഗ്നി അൻകും മിനല്ലാഹി ശൈആ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ എനിക്ക് സാധ്യമല്ല എന്ന് ഞാൻ പറയും. ഇതാണ് റസൂലുള്ളാഹി പറഞ്ഞത്. എല്ലാ വഞ്ചകന്മാരുടെയും കയ്യിലൊരു കൊടിയുണ്ടാവും, പിന്നിലൊരു കൊടിയുണ്ടാവും. പിൻഭാഗത്ത് നിന്നൊരു കൊടിയുടെ നീളത്തിനനുസരിച്ച് ആളുകളെ വഞ്ചിച്ച് ജീവിച്ചവനായിരിക്കുമെന്ന് പരലോകത്തെ കോടാനുകോടികൾ അത് തിരിച്ചറിയുമെന്നാണ്. അയാളുടെ കയ്യിൽ കൊടിയുണ്ടാവും, വഞ്ചിച്ചതിന്റെ കണക്കനുസരിച്ച്. അയാളുടെ പിന്നിൽ നിന്നൊരു കൊടി പൊങ്ങും, ആ കൊടിയുടെ നീളത്തിനനുസരിച്ച് എത്രമാത്രം അയാൾ വഞ്ചന കാണിച്ചു എന്ന് ലോകം മുഴുവൻ കാണുന്ന രൂപത്തിൽ വഞ്ചകന്മാരുടെ പിന്നിൽ കൊടിയുണ്ടാകുമെന്ന്. ഇതൊരു ചെറിയ കാര്യമല്ല എന്ന് നമ്മൾ അറിയാൻ വേണ്ടിയാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ ഖിയാമത്ത് നാളിൽ ഈ വഞ്ചകന്മാർക്ക് വേണ്ടി വാദിക്കുമോ എന്ന് റസൂലുള്ളാഹിയോടും ആ കുടുംബത്തോടും ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും അറിയുക, നമ്മൾ അന്ന് പറഞ്ഞൊരു ഹദീത്ത് വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു, വിശ്വസ്തനല്ലാത്ത ഒരാൾക്ക് ഈമാനില്ല. വലാ ദീന ലിമൻ ലാ അമാനത ലഹു, ഒരു അമാനത്തില്ലാത്ത മനുഷ്യന് അവന് ദീനമില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, നമ്മളൊക്കെ ചെറിയതോ വലിയതോ ആയ അളവിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് വരുന്നുണ്ടോ എന്ന് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. ആ ശ്രദ്ധ നമ്മളിൽ ഉണ്ടായാൽ നാളെ പരലോകത്ത് സ്വർഗത്തിൽ പോകുന്നവരുടെ കൂട്ടത്തിൽ പോകാൻ അതിനുവേണ്ടി അമൽ ചെയ്തവരായി നമ്മൾക്ക് സാധിക്കും. ഇല്ലെങ്കിൽ നമ്മൾ നരകത്തിലേക്കും അവർ സ്വർഗത്തിലേക്കും പോകുന്ന പരിതാപകരമായ ഒരു അവസ്ഥ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതിനെക്കുറിച്ചുള്ള ജാഗ്രത നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകണം എന്നാണ് സൂചിപ്പിക്കുന്നത്. റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹു നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്നൊരിക്കൽ കൂടെ ഉപദേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്ന സമയത്ത് പ്രവാചക തിരുമേനി അലി റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകന്റെ വിരിപ്പിൽ കടത്തി പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സ്ഥലത്ത് ഒരുങ്ങി നിൽക്കുന്ന അതിന്റെ ചരിത്രമല്ല പറയുന്നത്. ആ പോകുന്ന സമയത്ത് ഒരു സംഗതി ഉണ്ടായത്, അലി റളിയല്ലാഹു അൻഹുവിനെ വിരിപ്പിൽ കടത്തിയിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അലി, നിന്നെ ഞാൻ ഏൽപ്പിച്ചു പോകുന്നത് ഇതിനു പുറമെ ഒരു കാര്യം കൂടെയാണ്. പല ആളുകളും സൂക്ഷിക്കാൻ വേണ്ടി എന്റെ അടുത്ത് പല സാധനങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കണം, ജൂതന്മാര്, മുശ്രിക്കുകള്, മുസ്ലിങ്ങള് ആരെടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്? റസൂലുള്ളാഹിന്റെ അടുത്ത്. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, ജൂതന്മാര്, മക്കയിലെ മുശ്രിക്കുകള്, പ്രവാചകന്റെ കൂടെയുള്ള ആളുകള് പല സാധനങ്ങളും പ്രവാചകനെ ഏൽപ്പിക്കുന്നത് സമയത്ത് തിരിച്ചു കൊടുക്കുന്നു 100% ഉറപ്പുള്ള ഒരു മനുഷ്യന്റെ അടുത്ത്. റസൂലുള്ളാഹി പറയാ, അലി, ഇന്ന സാധനങ്ങളൊക്കെ ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ആ സാധനങ്ങളെല്ലാം ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷം അതിന്റെ ആളുകൾക്ക് നീ എത്തിച്ചു കൊടുക്കണം. അതൊക്കെ അള്ളാഹുവിനെ വിചാരിച്ച് എന്നെ ഏൽപ്പിച്ച അമാനത്തുകളാണ്. പ്രവാചക തിരുമേനി ഇത് പറഞ്ഞതിന് ശേഷമാണ് അലിയെ വിരിപ്പിൽ കടത്തിയിട്ട് റസൂലുള്ളാഹി അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. എത്രമാത്രം സൂക്ഷ്മമായ കാര്യമാണ് ഈ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്രമാത്രം സൂക്ഷ്മമായ കാര്യമാണ്. ഒരു സംഗതി റസൂലുള്ളാഹി പറഞ്ഞ രണ്ട്, ഞാൻ നീട്ടിപ്പരത്തി പറയില്ല, അതിന് വളരെ ചുരുക്കി പറഞ്ഞാൽ, ഒരു മിനിഞ്ഞാന്ന് ഒരാൾ എന്നോട് പറയാ, ഗൾഫിലുള്ള പല കമ്പനികളും ഇവിടെയും ഗൾഫിലൊക്കെ പല കമ്പനികളും നടത്തുന്ന ആളുകൾ ധാരാളം ഉണ്ട്, കച്ചവടമായിട്ടും എല്ലായിട്ടൊക്കെ. അപ്പൊ അതിലൊരു കാര്യപ്പെട്ട ഒരാളെ പറ്റി പറയാണ്. അദ്ദേഹത്തിന്റെ ഒരു പരിപാടി എന്താന്ന് വെച്ചാൽ, അദ്ദേഹം ആളുകളെ റിക്രൂട്ട് ചെയ്യും, കമ്പനിക്ക് ആവശ്യമായ ആളുകളെ റിക്രൂട്ട് ചെയ്യും. റിക്രൂട്ട് ചെയ്യുമ്പം 2 ആഴ്ച അല്ലെങ്കിൽ ഏകദേശം മാക്സിമം 1 മാസം അവർക്ക് ട്രെയിനി പീരീഡ് ഉണ്ടാവും. അവർക്ക് ഇതിന് പറ്റുമോ പറ്റൂലേ എന്നൊക്കെ നോക്കാൻ. അപ്പോ കമ്പ്യൂട്ടറിന്റെ മുമ്പിലേക്കാക്കും. അവർ ഈ ജോലിയൊക്കെ പരമാവധി ഭംഗിയായി ചെയ്ത്, കാരണം സ്ഥിരപ്പെട്ടൊരു ജോലി കിട്ടാനാണല്ലോ. ഈ ജോലിയൊക്കെ പൂർത്തിയാക്കിയതൊക്കെ സമർപ്പിച്ചാൽ ഇയാളുടെ ഒരു പരിപാടി ഇവരൊക്കെ ഒഴിവാക്കും, പറ്റൂലാറി. എന്നിട്ട് അടുത്ത ടീമിനെ കൊണ്ടുവരാൻ പറയും. അടുത്ത ടീമിനെ ഇതുപോലെ റിക്രൂട്ട് ചെയ്യും. അവര് ഈ പണി ചെയ്യിക്കും. ഇയാളുടെ കമ്പനിന്റെ പണിയൊക്കെ ഫ്രീ ആയിട്ട് അയാൾ ഇങ്ങനെ ചെയ്യിക്കും. അതിവളവനും പെരുമ്പളവനുമായി അയാള് നല്ല സമ്പത്തും നല്ല പൈസയും ഇഷ്ടം പോലെ സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കൂട്ടും. നാട്ടിലെ അയാള് കയറി വന്നാൽ പള്ളിയിൽ കാര്യപ്പെട്ട ആളാണ്. നാട്ടിലെ അയാൾ എത്തിയാൽ അയാൾ ധർമ്മിഷ്ഠനാണ്. അയാള് ഈ ചെയ്യുന്ന ഈ കൊടും ചതിയും ഈ വഞ്ചനയും ഈ സാധുക്കളായ തൊഴിലാളികൾ അറിയുന്നില്ല. ഒരു ജോലി അതിലേറെ ഏബിളായ ആളുകൾ എടുത്തിട്ടുണ്ടാവും, ഈ ജോലി പോവുകയാണ്. ഒരാൾ പറയാ, ആ ചതിയിൽപ്പെട്ട ഒരാളാണ് ഞാൻ. നല്ല പരിപാടിയല്ലേ, എന്തൊരു സുഖമുള്ള പരിപാടിയാ. ആലോചിച്ചാൽ എന്തൊരു സുഖമുള്ള പണിയാ. 10 പൈസ കൊടുക്കണ്ട, ജോലിയൊക്കെ ചെയ്ത് കിട്ടുക. കാരണം ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈ ജോലി ചെയ്യാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്നാണ്ട് ഇതൊക്കെ ചെയ്തു കൊടുക്കാണ്, പേപ്പറൊക്കെ ഒലിപ്പിക്കാണ്. ഇത് ശരിയാണോ, നന്നായി എടുക്കുന്നുള്ള പ്രതീക്ഷയിലാ. അത് കഴിഞ്ഞിട്ട് അവരോട് പോകാൻ പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊരു വക, ഇത് മുതലാളിമാരെ വക. തൊഴിലാളികളതോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചക തിരുമേനി പറഞ്ഞു, ജനങ്ങളുടെ ഭക്ഷണത്തിലും അവരുടെ വെള്ളത്തിലും, അതായത് ശറാബുന്നാസ് വ തആമിഹിം, ജനങ്ങളുടെ വെള്ളത്തിലും ഭക്ഷണത്തിലും നിങ്ങൾ ചതി നടത്തരുത്, നിങ്ങൾ ചതി നടത്തരുത്. റസൂലുള്ളാഹി പറഞ്ഞതാ. പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അള്ളാഹുവിന്റെ കോപം വരുന്ന കൂട്ടത്തിൽ ഒരു കാര്യം അതാണെന്നാ. എവിടെയാണത് നടക്കാത്തത്? എന്തിലാണ് ചതി നടക്കാത്തത്? എന്തിനാ പറ്റിക്കൽ നടക്കാത്തത്? എന്തിനാ വഞ്ചന നടക്കാത്തത്? ഒരു വെപ്പുകാർ, എനിക്ക് ഇതില് വ്യക്തികളൊന്നും അല്ല ഇതിലെ വിഷയം. ഈ വിഷയം നിങ്ങൾ മനസ്സിലാക്കണം. കല്യാണത്തിന് ചോറക്കാൻ ഏൽപ്പിച്ച ഒരാള് മറ്റവനോട് പറഞ്ഞു കൊടുക്കുകയാണ്, തീരെ ചോറ് കൂനലില്ലാത്ത, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കൂനലില്ലാത്ത അരി വാങ്ങണം. കാരണം 10,000-2000 ഏകദേശം 4,000-ഓളം ആളുകൾക്ക് വെക്കണ ചോറ. പരമാവധി കിലോനനുസരിച്ചാണല്ലോ ഇതിന്റെ പൈസ, അങ്ങനെയാണല്ലോ. അപ്പോ കിലോ കൂടുതൽ ചെലവാക്കിയാൽ അതിനനുസരിച്ച് വെപ്പ് കൂലി കൂടും. അപ്പൊ
ചോറ് കുറവുള്ള അരി വാങ്ങുന്ന. ഇത് ഒരു മുമ്പ് ഈ പണി നടത്തിയിരുന്ന ഒരാൾ എന്നോട് പറഞ്ഞതാണ്. ഇതാണ് അതിലെ തരികിട പരിപാടി. ആലോചിച്ച് നോക്കുങ്ങള്. ഈ ചോറാണ് സ്വന്തം കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുന്നത്. ഈ പറ്റിക്കണ പരിപാടി മുതലാളിമാരെ പറ്റിക്കാന്നാണ് നിയമം, സമ്പത്തുള്ളവനെ പറ്റിക്കാന്നാ നിയമം. അങ്ങനെ വെപ്പുണ്ട്. അപ്പൊ ഇവിടെ തൊഴിലാളി ചെയ്യണത് എന്താ? മുതലാളിനെ പറ്റിക്കുക. തൊഴിലാളി ചെയ്യണത് മുതലാളിനെ പറ്റിക്കുക. മനിസ്തഅമൽനാഹു മിന്നാ, നമ്മളിൽ നിന്നൊരാളെ ഒരു പണിയേൽപ്പിച്ചു. ആ പണി അയാൾ പൂർത്തിയായി ചെയ്താൽ ഫലഹു അജ്റാനി, 2 കൂലി അയക്കുന്ന. അതിന് പകരം അയാളെ പറ്റിക്കുക. ഇവിടെ മുതലാളിയെ പറ്റിക്കുക, നേരത്തെ മുതലാളി തൊഴിലാളിനെ പറ്റിക്കുക. 2 ഒരേപോലെ. 2 വർത്താനം പറഞ്ഞു നോക്കണം ഹോട്ടലിൽ നിൽക്കുന്ന പണിയെടുക്കണവനോട്. അവിടെ ആ കച്ചവടം തുമ്പില്ലാതെ ഒക്കെയുള്ള പണിയോ അവിടെ നിർത്തിട്ട് ഇറങ്ങിപ്പോകും. അത് സാധാരണ എല്ലാവരും പറയും. എന്താ കാരണം? ഓന്റെ ദീനും അതൊക്കെ അവിടെയുള്ളൂ. എന്നാ കാണിച്ചു തരാറിഞ്ഞില്ലേ? അപ്പോ ചാറുണ്ടാക്കണോടത്തും ചോറുണ്ടാക്കണോടത്തും ഒന്ന് കേടെത്തിയാൽ പിന്നെ ഒരാളാണ് കേറൂലല്ലോ. ഓന് ഞാനൊരു പണി കൊടുത്തു കാര്യം പുറത്തിറങ്ങിയിട്ട്. എന്തൊരു മുസ്ലിമാണ്, എന്തൊരു നിസ്കാര, എന്തൊരു നോമ്പാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഈദ്ഗാഹിലേക്ക് നബിന്റെ കാലത്ത് പെരുന്നാൾ നിസ്കാരത്തിലേക്ക് വരുമ്പോഴേ ആളുകൾ വിൽക്കാനുള്ള സാധനങ്ങൾ വെച്ചു വന്നു. സഹാബത്ത് ഒരു കുഴപ്പമൊന്നുമില്ല, ഹജ്ജിന്റെ അടിയിലൊക്കെ കച്ചവടം അള്ളാഹ് അനുവദിച്ചതാണ്. ഹജ്ജിന് പോണവർക്ക് തന്നെ ആ കച്ചവടം ചെയ്തുകൊണ്ട് അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ആ കച്ചവടത്തിന്റെ ഈ ഈദ്ഗാഹിലേക്ക് മുസല്ലയിലേക്ക് വരുന്ന ആളുകളെ കണ്ടപ്പോ നബി ഇങ്ങനെ നോക്കുമ്പോ നേരത്തെ കാലത്ത് കച്ചവട സാധനങ്ങൾ വെച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അഹ്ലൽ തുജ്ജാർ, കച്ചവടക്കാരെ, അൻതുമുൽ ഫുജ്ജാർ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങളാണ് വലിയ ഫുജ്ജാറുകൾ, ഫാജിറുകളായിട്ട് വരാൻ പോണ കേട്ടോ. ദുഷ്ടന്മാര്, തമ്മാടികൾ എന്നാണ് ഇതിന്റെ അർത്ഥം. പക്ഷെ റസൂലുള്ളാഹ് വീണ്ടും ഒരു വര വരച്ചു. ആ വരയിൽ നിന്ന് ആരാ രക്ഷപ്പെട്ടത്? ഇല്ലാ മൻ ഇത്തഖാ വഅദല വസദഖ, അല്ലാഹനെ സൂക്ഷിക്കുകയും സത്യസന്ധതയും നീതിയും പാലിക്കുകയും ചെയ്തവരൊഴികെ മുഴുവൻ ആളുകളും ഫാജിറുകളായി പരലോകത്ത് വരുട്ടോ. ഇത് നബി വെറുതെ പറഞ്ഞതല്ല. നമ്മൾ ആലോചിക്കണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞതൊക്കെ നബിന്റെ കാലത്തും ഇങ്ങനെയുള്ള സംഗതികൾ നടന്നുകൊണ്ട് കൃത്യമായി അതിനെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുക സഹാബത്തിന്. അതുകൊണ്ടാണ് നേരത്തെ 2 സഹാബിമാർ കരഞ്ഞു പോയത്. അത് നെഞ്ചിൽ വന്ന് വീഴുകയാണ് അവർക്ക്. കാരണം നരകം മുറിച്ചു കൊടുക്കാൻ നബിയാ പറയണത്. അപ്പൊ ഈ അന്യായത്തിന് വേണ്ടി ഓന്റെ കിട്ടാൻ വേണ്ടി നബിനോട് പോയി പറഞ്ഞ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ചെന്നോന് ഓനോ ആണ് നിലവിളിച്ചു. എന്നിട്ട് നബിനോട് പറഞ്ഞു, നബി അത് ഓന്റേതാണ്. അപ്പൊ നബി 2 പേരോട് പോകാൻ പറഞ്ഞു. നിങ്ങളത് സൗഹാർദ്ദപൂർവ്വം തീരുമാനാക്കി ചെയ്തളി എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. നമുക്ക് പരലോകം കേട്ടാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വിഷയം ഉണ്ടായില്ലേ, അത് പറഞ്ഞാൽ അത് അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, നിനക്ക് ഒരുപാട് ന്യായം പറയാനുണ്ടാവും, ഒരു സംഗതിയിൽ ഒരുപാട് ന്യായം ഉണ്ടാവും. ആ സംഗതി ശരിയായി കിട്ടാൻ നീ പലരോട് ചോദിക്കുകയും ചെയ്യും, ഫത്വ ചോദിക്കും. ഇത് ഇങ്ങനെയല്ലേ വേണ്ട, ഇങ്ങനെ ആണിന് കുഴപ്പമില്ലല്ലോ, ഇങ്ങനെ ആണിന് കുഴപ്പമില്ലല്ലോ, ഇങ്ങനെ ആണിന് അവരൊക്കെ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഈ ചോദിക്കണേ ഉത്തരം വരിക നമുക്കറിയാലോ. റസൂലുള്ളാഹി പറഞ്ഞു, എല്ലാം കഴിഞ്ഞാലും നീ നിന്റെ നഫ്സിനോടൊരു ഫത്വ ചോദിച്ചലാ, അന്റെ മനസ്സിനോടൊരു ഫത്വ ചോദിച്ചലാ, ചെയ്തത് ശരിയോ? ആ മനസ്സ് നിനക്ക് ഉത്തരം തരും. കുത്തിച്ചുളർക്കും കിടന്നിട്ട്, കിടന്നാ ഉറക്കം വരൂല. എത്ര പറഞ്ഞാലും അത് ന്യായാണെന്ന് തോന്നൂല. മനസ്സ് കുത്തി വലിച്ച് മാന്തി പൊളിച്ച് ഇങ്ങനെ ഇടും പുറത്തേക്ക്. ശരിയല്ലട്ടോ, അത് ഓന്റതാണ്, അന്റതല്ലത്, അത് ഓന്റതാണ്. എല്ലാം കുത്തിപ്പറിച്ച് മനസ്സ് പുറത്തേക്കിടും. ആരൊക്കെ ന്യായം പറഞ്ഞാലും നീ അവസാനം എന്നോടൊന്ന് ചോദിച്ചലാണ്. ആ ചോദ്യത്തിനാണ് അള്ളാഹനെ സാക്ഷിയാക്കി നമുക്ക് ഉത്തരം പറയേണ്ടി വരിക. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളെല്ലാവരും മുസ്ലിങ്ങളാണ്. പോരായ്മകൾ നമ്മുടെ അടുത്തൊക്കെ വരും, നല്ലോണം വരും. നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് അങ്ങനെ വരും. പക്ഷെ നമ്മൾ അവിടെ വെച്ചത് അവസാനിപ്പിക്കണം. ബോധ്യപ്പെട്ട ഒരു കാര്യം പിന്നെ തിരിഞ്ഞു നടക്കണം. തിരിഞ്ഞു നടക്കാതിരുന്നാൽ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ മനസ്സിലായിക്കോളൂ, ഒന്നിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ രക്ഷപ്പെടൂല. ശൈത്താൻ നമ്മൾ അതിനെ ന്യായം പറയിപ്പിച്ചുകൊണ്ടേയിരിക്കും മരിക്കുന്നത് വരെ. രക്ഷപ്പെടൂല. കുടുങ്ങണതിന് മുമ്പ് നമ്മൾ ആലോചിക്കണം, കുടുങ്ങരുത്. ഒരുപാട് വാഗ്ദാനങ്ങൾ ഉണ്ടാവും, കുടുങ്ങരുത്. നിങ്ങൾ കണ്ടല്ലോ, ഓരോ സ്ഥലത്തും കോടികളാ മറിയണത്. കോടികൾ കൊടുക്കുകയാണ് ചതിയിലൂടെ. ഇന്ന എത്ര നിക്ഷേപിച്ചാൽ എത്ര കിട്ടും. നമ്മൾ സാധുക്കൾ കൊടുക്കുകയാണ്. എത്ര കോടികളുമായിട്ടാ ലക്ഷക്കണക്കിന് ആളുകൾ ജീവിക്കുന്നത്. ആരാന്റെ സ്വത്ത്?
പറ്റിക്കാണ്. ആ OTP നമ്പർ ഉടനെ അയച്ചു തരണം കേട്ടോ എന്ന് പറഞ്ഞാൽ അയച്ചു കൊടുക്കുന്നതോട് അക്കൗണ്ട് ഒന്നായിട്ട് കാലിയാകുകയാണ്. ചാമ്പ്യന്മാരാണ് ഒലിന്ന ഈ ചെയ്യുന്ന മനുഷ്യന്മാരെ വിചാരം. പരലോകം ഇല്ലെങ്കിൽ എന്താ ഈ ദുനിയാവിന്റെ അവസ്ഥ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളാൽ ഒരാൾ ചതിക്കപ്പെടാൻ പാടില്ല. കച്ചവടത്തിലായാലും ഇടപാടിൽ എന്ത് വിഷയത്തിലും ചതിക്കപ്പെടാൻ പാടില്ല. കല്യാണമായാലും കാനോത്തായാലും ചതിക്കപ്പെടാൻ പാടില്ല. വാക്കിൽ ചതിക്കപ്പെടാൻ പാടില്ല. പ്രവർത്തനത്തിൽ ചതിക്കപ്പെടാൻ പാടില്ല. അത് ഇസ്ലാമിക നിയമമാണ്. കൽപ്പിച്ചുകൂട്ടി നമ്മളാൽ ഒന്നും അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ മുസ്ലിങ്ങളാണ്. ആ ബോധത്തോടുകൂടെ തന്നെ നമ്മൾ ജീവിക്കണം. റഹ്മാനായ റബ്ബിനോട് അതിനുള്ള തൗഫീഖിന് നമ്മൾ ചോദിക്കണം. നമ്മളെല്ലാവരും ആ കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ പള്ളിമുക്കിലെ പള്ളിയുടെ ജീർണാവസ്ഥ പരിഗണിച്ച് അതൊന്ന് നന്നാക്കിയെടുക്കാനും മോലെ ഷീറ്റിടാനും മദ്രസ ഒന്നുകൂടി ശരിയാക്കാനൊക്കെ വേണ്ടിയുള്ള കളക്ഷൻ ഇന്നാണ് പറഞ്ഞിട്ടുള്ളത്. 4.5 ലക്ഷത്തോളം ഉറുപ്പ്യ അതിന് ചെലവ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യമായി സഹകരിക്കുന്ന ഒരു മഹല്ല് എന്നുള്ള നിലക്കാണ് എല്ലാവരും ഇങ്ങോട്ട് പിരിവിന് വരുന്നത്. പ്രത്യേകിച്ച് ഇതിന്റെ അടുത്ത മഹല്ലാണ് പള്ളിമുക്ക്, നിങ്ങൾക്കറിയാം. എല്ലാവരും അത് പരിഗണിച്ച് നമ്മുടെ എന്താണോ വേണ്ടത് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധ്യമാകുന്ന അത്ര നമ്മളതിന് കൂടിക്കൊടുക്കണം എന്ന് പ്രത്യേകമായി അറിയിക്കാണ്. ആകെ 10-15 വീടുകളാണ് നമ്മുടേതായിട്ടുള്ളത്. 150 ചില്ലാനും വീടുകളിൽ. അപ്പൊ ഈ ആളുകളൊക്കെ നാളെ തൗഹീദിലേക്ക് വരണമെങ്കിൽ അതിനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതൊന്ന് വിപുലപ്പെടുത്താനും നന്നാക്കിയെടുക്കാനുള്ള ഈ ശ്രമത്തിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടേതായ പങ്ക് വഹിക്കുക. അവനവൻ ചെയ്യണം എന്ന് അവനവൻ തീരുമാനിച്ചാൽ അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ്. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് അള്ളാഹു തആല ദീനീ ബോധം പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള വഴികേടുകളിൽ നിന്നും അള്ളാഹു അവരെയും നമ്മളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏത് സമയത്ത് എവിടെ വെച്ച് മരണം പിടികൂടിയാലും മുസ്ലിങ്ങളായി മരണപ്പെട്ടു പോകുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.